അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ കീറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ കീറാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പൈനാപ്പിൾ കീർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ പഞ്ചസാരയും വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി പഞ്ചസാരയും വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൈനാപ്പിളും ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ പൈനാപ്പിളൊക്കെ ഇതാ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായിട്ട് ഇരിക്കണം വെള്ളമൊക്കെ വറ്റിയിട്ട്. ഇപ്പോൾ നല്ല മധുരം ഉണ്ടാവും പൈനാപ്പിൾ പഞ്ചസാരൻ്റെ ഒക്കെ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പൈനാപ്പിളൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പാൽ പിരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ നന്നായിട്ട് പാൻ കഴുകിയ ശേഷം അതിലേക്ക് ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു പൈനാപ്പിളിൻ്റെ അളവിലേക്ക് ഞാൻ അങ്ങനെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ 3 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പാല്. അങ്ങനെ പാൽ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച കാരണം പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, പാലും മിൽക്ക് മെയ്ഡും. അപ്പോൾ മിൽക്ക് മെയ്ഡും പാലും ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കണം. ചവ്വരി സാഗോസീഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് ചവ്വരി എടുത്തിട്ട് കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചവ്വരിയാണ്. വേവിച്ച ശേഷം ഞാൻ അതിലേക്ക് കുറച്ചധികം പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പശപ്പൊക്കെ മാറ്റിയിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചവ്വരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചവ്വരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വലിയ ചവ്വരി ആയാലും ഇതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം അതിൽ വെള്ളം മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും ചവ്വരിയൊക്കെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കണ്ട, ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൊഴുപ്പ് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. അങ്ങനെ പാലിൻ്റെ മിക്സ് ചെയ്താൽ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം അത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി ഇരുന്ന് കുറുകി പോകും. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ പാലിൻ്റെ മിക്സ് ഞാൻ ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിളും നന്നായിട്ട് ചൂടാറിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പൈനാപ്പിളിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം അടിച്ചെടുത്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തത്. അത് നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വെച്ചതാണ്. ബാക്കിയുള്ള പൈനാപ്പിൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ പാലിലേക്ക് പൈനാപ്പിൾ ഇടുമ്പോൾ എപ്പോഴും പൈനാപ്പിളും നന്നായിട്ട് ചൂടാറണം, അതുപോലെ പാലും ചൂടാറിയ ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പാല് പിരിഞ്ഞു പോവും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സാക്കിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കീർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. തണുപ്പിക്കാതെയും കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നേരത്തെ വേവിച്ച് വെച്ച് പൈനാപ്പിളിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കീർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.